7 ദിവസങ്ങളായി നടന്ന ആക്രമണത്തിൽ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ടത് ഇറാനിലെ 3000-ലധികം സൈനിക കേന്ദ്രങ്ങൾ. ഇറാനിലെ ടെഹ്റാനിലും മറ്റ് പട്ടണങ്ങളിലുമുള്ള സൈനിക കേന്ദ്രങ്ങൾ, സൈനിക പരിശീലന കേന്ദ്രങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നുവേണ്ട ഇറാൻ്റെ സൈന്യവുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കേന്ദ്രങ്ങളെയും ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലും അമേരിക്കയും. കഴിഞ്ഞ മണിക്കൂറുകളിൽ ടെഹ്റാനിലെ സൈനിക ആസ്ഥാനം ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇറാൻ്റെ സൈനിക ആസ്ഥാനത്തിന് മുകളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പെരുമഴ തന്നെ പെയ്യിച്ചിരിക്കുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യം. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൻ്റെ ഭീതിതമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കൻ മാധ്യമങ്ങൾ. സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരിക്കുന്നു എത്ര വലിയ നാശനഷ്ടങ്ങളാണ് ഇറാനിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ടെഹ്റാനിലൊക്കെ വളരെ ശക്തിയായ ആക്രമണങ്ങൾ, പടുകൂറ്റൻ കുഴികൾ തന്നെ ഉണ്ടായിരിക്കുന്നു. പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. സാറ്റലൈറ്റ് ഇമേജുകളിലൂടെ തന്നെ തകർന്ന് തരിപ്പണമായ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും പുതിയതായി ഒരു വാർത്ത വരികയാണ്. ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു ഇസ്രായേൽ ആക്രമണം. റഷ്യൻ നിർമ്മിതമായ S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിന് നേരെ അതിഭീകരമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ടെഹ്റാനിൽ സ്ഥാപിച്ച എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സാരമായ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനൊപ്പം തന്നെ ഇറാനിലെ മെഹ്റാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ആക്രമിച്ചിരിക്കുന്നു. ഇറാനിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും വലിപ്പമുള്ള മെഹ്റാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചിരിക്കുന്നു. ആ എയർപോർട്ടിന് സാരമായ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു. റൺവേ തകർന്നിരിക്കുന്നു. വലിയ തീയും പുകയും എയർപോർട്ടിൽ നിന്ന് ഉയരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു. കഴിഞ്ഞ 7 ദിവസങ്ങളായി നടക്കുന്ന ആക്രമണത്തിൽ, യുദ്ധത്തിൽ ഇറാനിലെ ഏകദേശം 3000-ലധികം വരുന്ന ലക്ഷ്യങ്ങൾ ആക്രമിച്ച് തകർത്തിരിക്കുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യം. ഇറാനെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഏകദേശം 80 ഫൈറ്റർ ജെറ്റുകൾ, ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാനിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ യൂണിവേഴ്സിറ്റി ആക്രമിച്ച് തകർത്തിരിക്കുന്നു. അതുപോലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ സംഭരണ കേന്ദ്രം, ഭൂമിക്കടിയിലുള്ള ഒരു വലിയ സംഭരണ കേന്ദ്രം, ഏകദേശം 100 കണക്കിന് ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ അവിടെ സൂക്ഷിച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ആ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെ പൂർണ്ണമായും ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തിരിക്കുന്നു. അതുപോലെ മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രമുണ്ടായിരുന്നു, അതിന് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏറ്റവും തീവ്രമായ ആക്രമണം, 80 ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം ഇറാന്റെ തലയ്ക്ക് മുകളിലെത്തുകയും അവിടെ നിന്ന് ബോംബുകളും റോക്കറ്റുകളും മിസൈലുകളും വർഷിച്ചുകൊണ്ട് പൂർണ്ണമായും ഇറാനെ ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 80 ഫൈറ്റർ ജെറ്റുകളും അമേരിക്കയുടെ B-2 ബോംബറുകൾ, അമേരിക്കയുടെ B-52 ബോംബറുകളും B-2 ബോംബറുകളും ഇപ്പോൾ ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിമാരകമായ പ്രഹരശേഷിയുള്ള, ആക്രമണശേഷിയുള്ള B-2 ബോംബറുകളും പങ്കെടുത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ 80-ലധികം വരുന്ന ഫൈറ്റർ ജെറ്റുകൾ ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കെടുത്തിരിക്കുന്നു. ഇറാന്റെ എല്ലാ ആയുധ കേന്ദ്രങ്ങളെയും, ഇറാന്റെ എല്ലാ പ്രതിരോധ കേന്ദ്രങ്ങളെയും, ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും മാരകമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്.